ഹലോ ഗാമീസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് സാധാരണ എന്നും കാണുന്ന പോലെ ഒരു നോർമൽ വീഡിയോ ആയിരിക്കില്ല, റിയാക്ഷൻ വീഡിയോ ആണ്. അതും കമന്റ് റിയാക്ഷൻ. ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, ബട്ട് നമ്മുടെ ഫാമിലിയിൽ വന്ന മറ്റൊരു കമന്റ് ആണ് ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ കമന്റ് ഇട്ട പേഴ്സണിനെ എനിക്ക് പേഴ്സണലി അറിയത്തുപോലുമില്ല, അതുപോലെ തന്നെ ആ കുട്ടിയോട് എനിക്ക് വിരോധവും ഇല്ല. ഇത് എന്റെ അഭിപ്രായം പറഞ്ഞ് ക്ലിയർ ആക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു മാസത്തിന് മുന്നേ ഞാൻ ഇട്ടൊരു വീഡിയോ ഉണ്ട്, ഹൂസ് ദ മോസ്റ്റ് ടോക്സിക് ഇൻ അവർ ഫാൻഡം, ഷിപ്പേഴ്സ് ഓർ സോളോ സ്റ്റാൻഡ്സ്. ആ വീഡിയോയിൽ വന്നൊരു കമന്റ് ആണിത്. ആ കമന്റ് ഇങ്ങനെയാണ്: ഫാൻ ഫിക്ഷൻസ് വന്നത് തന്നെ ആ കാറ്റഗറിയിലുള്ള കഥകൾ എഴുതാനല്ലേ സഹോ, കഴിവുള്ളവർ എഴുതട്ടെ. തന്റെ സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടില്ല. ഐ തിങ്ക് ഒരു വയൻ ടൈപ്പ് സ്റ്റോറി എഴുതുന്ന ആളാണ്. അത് ഫാൻ ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്നതല്ലേ. യു ആർ ഡൂയിങ് ദിസ് ആൻഡ് ജഡ്ജിങ് അതേഴ്സ് ഫോർ ഡൂയിങ് ദ സെയിം റൈറ്റ്. അതിന് പിന്നിലെ ചെയ്തോ വികാരം എനിക്ക് മനസ്സിലാവുന്നില്ല. NP, ഐ എം ആൻ ഓട്ടിസം സപ്പോർട്ടർ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് NB, നോട്ട് NP. ഞാൻ ഈ കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ജോണറിലുള്ള കാര്യമാണെന്നും ആ വീഡിയോയില് ക്രിയേറ്റിവിറ്റിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് പറഞ്ഞ മെയിൻ കാര്യം ഇതാണ്: വൈൻ ടൈപ്പ് സ്റ്റോറീസ് എഴുതുന്നവർ അല്ലെങ്കിൽ വായിക്കുന്നവർ ഡെലുലു അല്ലെങ്കിൽ ഇമാജിനറി വേൾഡിൽ തന്നെ നിൽക്കും. അല്ലാത്തവരെ, നോട്ട് ദ പോയിന്റ്, അല്ലാത്തവരെ നമ്മൾ ടോക്സിക് സോളോ സ്റ്റാൻഡ്സ് ആക്കും. അതാണ് കോമൺലി നടക്കാറ്. എന്നാൽ ഷിപ്പിംഗ് FFന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇത് നടക്കാറില്ല. കാരണം അത് വളരെ നോർമലൈസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഇമാജിനറിയിൽ മാത്രം നിൽക്കേണ്ട കാര്യം സം ടോക്സിക് ഷിപ്പേഴ്സ് ഇമാജിനറിയിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്തില്ല, മറിച്ച് ഓരോ മെമ്പേഴ്സിന്റെയും പേഴ്സണൽ ലൈഫിനെ വരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടെത്തിക്കും. കൂടുതൽ FFs നോർമലൈസ് ചെയ്യുന്നത് വഴിയാണ് ഇത് സംഭവിക്കാറ്. അതാരും ക്വസ്റ്റ്യൻ ചെയ്യാറുമില്ല. ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ അവരെ പിടിച്ച് ടോക്സിക് ആക്കും. ഞാൻ പിന്നെയും ആ കുട്ടിയോട് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്നുണ്ട്, ഞാൻ ഇവിടെ പറയുന്നത് ടോക്സിക് ഷിപ്പേഴ്സിനെ പറ്റിയിട്ടാണെന്ന്. ബട്ട് സ്റ്റിൽ ആ കമന്റ് ഇട്ട ആള് ഒഫൻഡ് ആവുന്നുണ്ട്. ദെൻ ആ കമന്റ് ഇട്ട ആള് പറഞ്ഞത്, ഓ ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുന്ന വൈൻ സ്റ്റോറീസ് നോർമലും ഷിപ്പേഴ്സിന്റെ ഇമാജിനേഷൻ ടോക്സിക്കും. നൈസ് ലോജിക്. വൈൻ ആയാലും ഷിപ്പിംഗ് ആയാലും രണ്ടും ഫാൻസിന്റെ വെറും ഡെലുലു ലോകം ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇല്ലടാ, അറിയില്ല. ചിലർക്ക് അത് അറിയത്തില്ല, അതാണ് സത്യം. ഓക്കെ, അത് ഞാൻ അംഗീകരിക്കാം. ചിലർക്ക് ആ ബോധമുണ്ട്. കാരണം ആ വീഡിയോയുടെ കമന്റ് ബോക്സിലും ബോധമുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എല്ലാവരെയും അങ്ങ് തീർത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ചിലർക്ക്, ഞാൻ വീണ്ടും സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, ചിലർക്ക് അത് വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. സീരിയസ്ലി പറയാം. അതും പ്രത്യേകിച്ച് ബേബി ആർമി ഏരിയയിൽ തന്നെ ഇത് സ്പൂൺ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്കത് ചിന്തിച്ചെടുക്കാനുള്ള ആ ഒരു മൈൻഡ് ഉണ്ടാവില്ല ആ ടൈം. അത് കഴിഞ്ഞ് കുറച്ച് മെച്ചൂർഡ് ആവുമ്പോഴായിരിക്കും അവർ ചിന്തിക്കുക, അയ്യേ ഞാൻ എന്തൊക്കെയാ ആ സമയം വിചാരിച്ചെന്നു. എനിക്ക് പേഴ്സണലി ഒരു കുട്ടി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ അഭിപ്രായം ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടതാണ്. അവളൊരു ബേബി ആർമി ആയിരുന്ന സമയത്ത് തൊട്ട് ഷിപ്പിംഗ് FF ഒക്കെ കാണുന്ന ആളാണ്. സോ അവൾക്കത് ഓക്കെ ആയിരുന്നു, നോർമലൈസ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവൾ അത് ആലോചിക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു തകരാറുള്ള പോലെ. കാരണം ചില ഷിപ്പേഴ്സ് ടോക്സിക് ആവുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ FFന്റെ കാര്യമല്ല ഞാൻ ഇവിടെ പറയുന്നത്. FF വഴി ഇത് നോർമലൈസ്ഡ് ആവുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. FF എന്നുള്ളൊരു വാക്ക് അവിടെ വന്നതിന്റെ പേരിലാണ് ഇത്രയും വലിയ അടി ഉണ്ടായതെന്നാണ് തോന്നുന്നത്. ഇതിലെ രണ്ട് കാറ്റഗറീസും ചില ടൈം നല്ല ടോക്സിക് ആവാറുണ്ട്. ബട്ട് ഒരു കാറ്റഗറീനെ നമ്മൾ പിടിച്ച് ടോക്സിക് ആക്കും. അത് നോർമലി അങ്ങനെയാണ്. എന്നാൽ മറ്റൊരു കാറ്റഗറി ടോക്സിക് ആവുമ്പോൾ അത് ടോക്സിക് ആണെന്നും മോശമാണെന്നും ആരും പറയില്ല. അതെന്തുകൊണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ബട്ട് ഞാൻ എവിടെയും വൈൻ സ്റ്റോറീസ് ടോക്സിക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. സോ വീണ്ടും ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കമന്റ് ഇട്ടിട്ടും എൻ്റെ പോയിന്റ് ആൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, വൈൻ സ്റ്റോറീസിൽ അഡിക്റ്റ് ആയി ടോക്സിക് ആവുന്നവരാണ് സോളോ സ്റ്റാൻഡ്സ് ആകുന്നത്. ബട്ട് വൈ ഇറ്റ് ഡസന്റ് ഹാപ്പൻസ് വെൻ ഇറ്റ് കംസ് ടു ഷിപ്പേഴ്സ്? ബിക്കോസ് ഇറ്റ് വാസ് ഫ്രിക്കിംഗ് നോർമലൈസ്ഡ്. സോ സം ടോക്സിക് ഷിപ്പേഴ്സ്, again not the point, toxic shippers thought that it was okay to ship them in real. That was the real problem. അവിടെയാണ് ശരിക്കുള്ള പ്രോബ്ലം സ്റ്റാർട്ട് ആവുന്നത് തന്നെ. ഒരു സോളോ സ്റ്റാൻഡ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചണ്ണാക്കി കൊടുക്കും. നമ്മളത് നോർമലൈസ് ചെയ്യാറില്ല. ആൻഡ് എല്ലാവർക്കും അറിയാം അത് വെറും ഡെലുലു വേൾഡ് ആണെന്ന്. അതൊരിക്കലും നടക്കാൻ പോണില്ല എന്ന്. എന്നാൽ ഷിപ്പിങ്ങിന്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അവർ ഒരുമിച്ചാണുള്ളത്. അതിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഷിപ്പേഴ്സിന് പ്രോബ്ലം ഉണ്ടാവും. ബിക്കോസ് രണ്ട് മെമ്പേഴ്സ് തമ്മിലുള്ള നല്ല മൊമെന്റ്സ് അവർ ഇഷ്ടപ്പെടുന്ന ഷിപ്പിംഗ് കോംബോ അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. സോ അവിടെ അവർ പ്രോബ്ലം ഉണ്ടാക്കും. അപ്പൊ അവിടെ ആ ഷിപ്പിംഗ് കോംബോ ഇഷ്ടപ്പെടുന്നവർ വന്ന് ഒന്നും രണ്ടും പറഞ്ഞു ലാസ്റ്റ് ഒരു സിവിൽ വാർ തന്നെ സ്റ്റാർട്ട് ആവും. ഇങ്ങനെയാണ് പല ഷിപ്പിംഗ് ഫൈറ്റും സ്റ്റാർട്ട് ആവുന്നത്. അവിടെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ് ആൻഡ് ഐ റെസ്പെക്ട് പീപ്പിൾ ഹാവ് ഡിഫറെന്റ് ഒപ്പീനിയൻ. ഞാനിവിടെ ആരെയും ഡിസ്റെസ്പെക്ട്ഫുൾ ആയി പറഞ്ഞതല്ല. ഈ കാര്യത്തില് എന്റെ ഒപ്പീനിയൻ ക്ലിയർ ചെയ്തതാണ്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ കമന്റാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ ട്രിഗർ ചെയ്തത്. ആ കമന്റ് ഇട്ട വ്യക്തി തന്നെ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ എനിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും
ഐ നോ ഈ വീഡിയോയ്ക്ക് മോശം കമൻറ്റ്സ് വരാം, പക്ഷേ കുഴപ്പമില്ല, റെസ്പെക്ട്ഫുൾ ആയിട്ട് വരുന്ന എല്ലാ കമൻറ്റ്സും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാത്ത കമൻറ്റ്സിന് റിപ്ലൈ നമുക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയും നല്ല നല്ല ഒപ്പീനിയൻസും കമൻറ്റ്സും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു സോ മച്ച് ആൻഡ് സാരംഗ ബഹുഷിപ്പോ.